ചാവാനുള്ള വിഷം വാങ്ങാനുള്ള പൈസ കൊടുക്കുന്നതിന് അല്ലെങ്കിൽ ചാരിറ്റി എന്ന് പറയുമോ? കഴിഞ്ഞ ദിവസങ്ങളിൽ കരിങ്കൽ കോറി മാഫിയ നൽകിയ പണം ചാരിറ്റി എന്ന പേരിൽ ചീർട്ടാമല പല വീടുകളിൽ എത്തിച്ചുകൊടുത്ത് ചീർട്ടാമല പൗരപ്രമുഖർ തന്നെയായിരുന്നു. നാളെ അതേ പണം ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളെ വേണ്ടപ്പെട്ടവരെ പ്രിയപ്പെട്ടവരുടെ എല്ലാം ശവസംസ്കാരം ചെയ്യേണ്ടി വരും. ചീർട്ടാമലയും ചീർട്ടാമലയുടെ പരിസര പ്രദേശങ്ങളും നേരിടാനിരിക്കുന്നത് എത്ര വലിയ ദുരന്തത്തിനുള്ളത് ഇപ്പോഴും പലർക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. ഇതിനു മുന്നേ ഉരുൾപൊട്ടുണ്ടായ ചൂരൽ മല വെറും 50 to 60 ഡിഗ്രി മാത്രം ചെരുവിലുള്ള ഒരു മലയാണ്. എന്നാൽ ചീർട്ടാമലയുടെ മിക്ക പ്രദേശങ്ങളും 70 to 80 ഡിഗ്രി ചെരുവിലാണ് നിൽക്കുന്നത്. 60 ഡിഗ്രി മുകളിൽ ചെരിവുള്ള എല്ലാ പ്രദേശങ്ങളും അതീവ പ്രകൃതി വരുന്ന സാധ്യതയുള്ള മേഖലയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ചീർട്ടാമലയുടെ അടിത്തറ പോലും തുറക്കുന്ന ഇത്തരത്തിലുള്ള ഖനന പ്രവർത്തനങ്ങൾ വർഷങ്ങളായി നടന്നിട്ടും ഒരു ദുരന്തവും സംഭവിക്കുന്നത് വെറും ഭാഗ്യം കൊണ്ട് മാത്രമാണ്. വെറും 50 to 60 ഡിഗ്രി മാത്രം ചെരിവുള്ള ചൂരൽമല ഒറ്റ രാത്രി കൊണ്ട് പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ കുടുംബവും ജീവനും നഷ്ടപ്പെട്ട ഒട്ടനവധി ആൾക്കാരാണ്. എന്നാൽ 70 to 80 ഡിഗ്രി ചെരിവുള്ള ചീർട്ടാമല ഇനിയും നേരിടാൻ പോകുന്നത് അതിനേക്കാൾ മാരകമായ ദുരന്തമായിരിക്കും. ഇത് മറ്റാരെക്കാട്ടിലും അറിയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥർക്കും ജിയോളജി ഡിപ്പാർട്ട്മെന്റിനുമാണ്. എന്നിട്ടും ചീർട്ടാമലയ്ക്ക് ഇനിയും 3 കരിങ്കൽ കോറിയും കൂടെ അനുവാദം കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ചാരിറ്റി എന്ന് പറഞ്ഞ് കരിങ്കൽ കോറി കാണിച്ച അതേ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഉദ്യോഗസ്ഥ തലത്തിൽ നടത്തുന്നുണ്ടെന്നുള്ളത് കൊണ്ടാണ്. പലതരത്തിലും നിയമപരമായിട്ട് ഇതിനെ നേരിടാൻ ശ്രമിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് മനസ്സിലാക്കിയ കാര്യമാണ്, ജില്ലാ ജിയോളജി തൊട്ടിട്ട് പഞ്ചായത്ത് വരെയുള്ള ആൾക്കാർ ഇവർക്ക് സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ലീഗലായിട്ട് നോക്കി നിന്നിട്ട് കാര്യമില്ല. ഇന്ന് നമ്മൾ ഇതിനുവേണ്ടി ഒത്തുകൂടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ നമ്മൾ ഒത്തുകൂടേണ്ടി വരുന്നത് നമുക്ക് വേണ്ടപ്പെട്ടവരും പ്രിയപ്പെട്ടവരുടെയും ജീവൻ്റെ അകത്ത് ശരീരം വെച്ചിട്ടായിരിക്കും.